കുട്ടികളാണെങ്കിൽ കോയിൻ പോവുക, ചെറിയ ബാറ്ററി വിഴുങ്ങുക, ഇങ്ങനത്തെ പ്രശ്നം. അതൊരു ഭയങ്കര നമ്മൾ പ്രത്യേകിച്ച് പാരൻസ് ഭയങ്കര പാനിക്കാവും. കുട്ടികൾക്ക് പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ഭയങ്കര പാനിക്കാവും. ഈ സിറ്റുവേഷനിൽ വാട്ട് ക്യാൻ ബി ഡൺ? ഹണി നമ്മൾ എപ്പോഴും ഈ ബട്ടൺ ബാറ്ററി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഹണി കൊടുക്കാം. തേൻ. ഓക്കെ. ബട്ട് അതാ ലൈക്ക് ഇപ്പം ബട്ടൺ ബാറ്ററി ആണെങ്കിൽ ബട്ട് ഇറ്റ് വോണ്ട് നമ്മുടെ അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കല്ലേ, ഡെഫിനറ്റ്ലി ഫസ്റ്റ് എയ്ഡ് പോലെ, ബിക്കോസ് അതിന് കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. സോ ബട്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ ആഹാരമായിട്ട് പിന്നീട് കൊടുക്കാതിരിക്കും നല്ലത്, ആഹാരമോ വെള്ളം കൊടുക്കാതിരിക്കും നല്ലത്. അത് നിൽ പെർ ഓറൽ എന്ന കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം മേ ബി നമുക്ക് എൻഡോസ്കോപ്പിക്കലി എടുക്കേണ്ടി വരും. കാരണം ഈ ഓൾറെഡി ഡോക്ടർ കെവിൻ പറഞ്ഞാൽ ബട്ടൺ ബാറ്ററി ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത്. കാരണം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിൽ തുള വീഴും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് കൊടുക്കാറ് അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അച്ഛനമ്മമാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മാഗ്നറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബട്ടൺ ബാറ്ററി ആണെങ്കിലും ഒന്നും അവരുടെ ഒരു 10 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അത് അച്ഛനമ്മമാരുടെ തെറ്റാണ്. സോ അവർ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കുഞ്ഞിൻ്റെ ലൈഫ് മൊത്തം ബാധിക്കുന്നത്. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതുപോലെ തന്നെയാണ് എപ്പോഴും അലേർട്ടായിരിക്കുക കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ.